قال رسول الله صلى الله عليه وسلم من تصدق بعدل تمرة من كسب الطيب ولا يقبل الله إلا الطيبا وإن الله يتقبلها بيمينه ثم يربيها لصاحبه كما يربي أحدكم فلوه حتى تكون مثل الجبل. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഒരാൾ നല്ല നിലയിൽ സമ്പാദിച്ചതിൽ നിന്ന് അല്ലാഹു നല്ലതല്ലാതെ സ്വീകരിക്കപ്പെടുകയില്ല. ഒരു കാരക്കയുടെ വിലക്കുള്ളതായ ധർമ്മം ഒരാൾ ചെയ്താൽ അല്ലാഹു അത് തൃപ്തിയോടെ സ്വീകരിക്കുന്നതാണ്. പിന്നെ അതിന്റെ ഉടമക്ക് വേണ്ടി, അത് നൽകിയതായ ഉടമക്ക് വേണ്ടി അതിനെ അവനങ്ങനെ വളർത്തുന്നതാണ്. അല്ലാഹു തആല അതിനങ്ങനെ വളർത്തുന്നതാണ്. ഒരു കാരക്കക്ക് വേണ്ടിയുള്ളതായ പണം എത്രയാണോ അത് ഹലാലായ രൂപത്തിൽ അവനുണ്ടാക്കിയതാണെങ്കിൽ അത് അവന് സ്വതക്ക ചെയ്താൽ അല്ലാഹു അതിനങ്ങനെ വളർത്തിയെടുക്കുന്നതാ. ഏതുപോലെ വളർത്തുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, നിങ്ങളിൽ ഒരാള് ഒരു കുതിരക്കുട്ടിയെ വളർത്തി കൊണ്ടുവരും പോലെ അതിനെ വളർത്തിയാൽ അത് എത്ര ഇങ്ങനെ ഉയർന്നു വരും. അതുപോലെ അല്ലാഹു തആല അവൻ നൽകിയതായ സ്വതഖയെ അല്ലാഹു തആല ഇങ്ങനെ ഉയർത്തുന്നതാ. അങ്ങനെ വളർത്തി കൊണ്ടുവരും. എത്ര വരെ വളർത്തുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഒരു മല എത്രത്തോളം ഉയരമുണ്ടോ അത്രത്തോളം അവൻ നൽകിയതായ സ്വതഖ അല്ലാഹു തആല അവന് വേണ്ടി ഇങ്ങനെ വളർത്തുന്നതാ. കൊടുക്കുന്നതായ സമ്പത്ത് എന്ത് ചെറിയതായ ഒരു സ്വതഖ കൊടുക്കുകയാണെങ്കിലും ആ സ്വതഖ ഏത് രൂപത്തിലാകണം? അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, ഒരാള് നല്ല നിലയിൽ സമ്പാദിച്ചുണ്ടാക്കിയത് ഹലാലായ മാർഗത്തില് സമ്പാദിച്ചുണ്ടാക്കിയതായ കാര്യങ്ങള്, അങ്ങനത്തതായ ധർമ്മം, ഹലാലായി ഉണ്ടാക്കിയതായ പണം, അങ്ങനത്തതായ പണത്തിൽ നിന്ന് ഒരു കാരക്ക വാങ്ങാൻ എത്ര പൈസ വേണോ, ഒരു കാരക്ക വാങ്ങാൻ എത്ര പണം വേണോ, അതുപോലും ഒരാൾ സ്വതഖ ചെയ്താൽ അതിനെപ്പോലും അല്ലാഹു തആല വളർത്തി ഇങ്ങനെ ഒരു മലയുടെ അത്രത്തോളം അവന് വേണ്ടി ഇങ്ങനെ ഉയർത്തി കൊണ്ടുവരുന്നതാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.